ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗർഭിണിയായ സഹോദരി മരിച്ചതിന്റെ വിഷമം താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ആ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ അല്പം മുമ്പ് പറഞ്ഞത്. തനിക്ക് നാണമുണ്ടോടോ? തന്റെ പെങ്ങളോട് തനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടും തന്റെ മനസ്സിൽ ഒരു അനക്കം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ താനൊരു മനുഷ്യനാണോടോ? കുട്ടികൾക്ക് കൊടുക്കാൻ കുറുക്ക് റെഡിയായിട്ടുണ്ട്. സ്നേഹി, ഞാനും അനക്കയും പോയിട്ട് കുട്ടികൾക്ക് കുറുക്ക് കൊടുത്തിട്ട് വരാം. അത് പറ്റില്ല, കുഞ്ഞുങ്ങളെങ്ങ് തന്നാ മതി. കുറുക്ക് ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നിങ്ങളെടുത്ത കുട്ടികൾ കൂടുതൽ കരയത്തേ ഉള്ളൂ. കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനും ഞങ്ങൾക്കറിയാം. ഇങ്ങനെ കത്തി കാണിച്ചാണോ കരച്ചിൽ നിർത്തുന്നേ? അങ്ങോട്ട് മാറി നിൽക്ക്. കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോയി കുറുക്ക് കൊടുത്തോളാം. പറ്റില്ലെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത്? കൊച്ചിനെടുക്ക്. കുറുക്ക് കൊടുത്തിട്ടേ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചോണ്ട് വരും. വേണ്ടിപ്പോകരുത്. കൊച്ചിനെടുക്കണം. തിരിച്ചു വരുന്നത് കുഞ്ഞുങ്ങളുടെ ശവമായിരിക്കും. ആ മോളെ വാ. കൊച്ചുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ പറ്റുമെന്നേ ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ല അനങ്ങരുത്. കടല എന്തൊക്കെ എവിടെ നടക്കുന്നത്? എന്റെ കുഞ്ഞ് ആതിരേ, കുഞ്ഞ് ഗുണ്ടകളെ നീ വീട് തിരിച്ചു മറിക്കും. നേരെ വെളുക്കുമ്പോ ആരൊക്കെ ജീവനോടെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. എല്ലാത്തിനും കാരണം അർച്ചനെടുത്തിയ സ്നേഹ വേണ്ടാട്ടോ. എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് അനുഭവിക്കാം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തായാലും അർച്ചനയെടുത്തെ സച്ചിയേട്ടനും മറ്റുള്ളവരെല്ലാം പുറത്തുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അവര് കാണുകയും ചെയ്യും. അവരെന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. അതിരെ, നീ സമാധാനായിട്ടിരിക്ക. അവര് തന്നെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ കൊടുത്തോളാം. കുഞ്ഞിനെ തരാൻ വേണ്ട, ഞങ്ങള് കൊടുത്തോളാം. സച്ചേട്ടാ, മോളെ വാങ്ങിക്ക. നീ എവിടേക്കാ? അവിടെ ഇരിക്കടാ. അതിങ്ങതാ, ഞങ്ങൾ കൊടുത്തോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ എനിക്കറിയാം. അതൊന്നും പറ്റൂല. കുറുക്കിങ്ങാടി വിട്ടു. തമ്പാനെ സൂക്ഷിക്കണ്ടേ? ഇനി സൂക്ഷിച്ചോളാം. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോണം. അനൂപേട്ടനായിട്ടുള്ള കേസ് നിങ്ങൾ കോടതിയിൽ നേരിടണം. അല്ലാതെ ഇവിടെ കയറി വന്ന് ഞങ്ങളെ ഉപദ്രവിക്കല്ല വേണ്ടത്. മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും. നീ എന്ത് വഴിയാടാ നോക്കുന്നത്? എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാ നീ.
സച്ചേട്ടാ നിന്നെ ഇതിനകത്തോട്ട് കൊന്ന് തള്ളുക വേണ്ടത്. ഹേയ്, അവനെ വിളി. എന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. മോനെ അനുസരണക്കേട് കാണിച്ചാ നിന്നെയും കൊല്ലി ഞാൻ. വേണ്ട, അവനെ നിൽക്ക്. നിന്റെ ഗുണ്ടായിസൊന്നും ഇനി ഇവിടെ വേണ്ട. ഏയ്, ഇനി ഇവരാരെയും തൊട്ടുപോരുത്. താൻ ആരാടോ? ഒരു വലിയ ഗുണ്ട വന്നിരിക്കുന്നു. ഇത്രയും വിവരക്കേട് കാണിക്കാൻ തന്നെ പോലൊരു ഗുണ്ടയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച ഒരുത്തൻ മതി. തനിക്ക് മര്യാദയുണ്ടോടോ? ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിന്റെ പേരിലാ ഒരു തെറ്റും ചെയ്യാത്ത ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? പെങ്ങള് മരിച്ചത് ആക്സിഡന്റിലാണെന്ന് 100 വട്ടം ഞാൻ തന്നോട് പറഞ്ഞില്ലേ? എന്നിട്ടും അത് വിശ്വസിക്കാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബം തകർക്കുന്ന എന്തിനാ? ഗർഭിണിയായ സഹോദരി മരിച്ചതിന്റെ വിഷമം താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ആ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ അല്പം മുമ്പ് പറഞ്ഞത്. തനിക്ക് നാണമുണ്ടോടോ? തന്റെ പെങ്ങളോട് തനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടും തന്റെ മനസ്സിൽ ഒരു അനക്കം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ താനൊരു മനുഷ്യനാണോടോ? മൃഗമാ, വെറും മൃഗം. തന്റെ മരിച്ചുപോയ സഹോദരിയോട് തനിക്ക് ഒരു സ്നേഹവുമില്ല. ഉണ്ടെന്താ വെറുതെ പറയുന്നതാ? താനൊരു കാര്യം ചെയ്യ്, ആദ്യം ഈ വീടിന് മുഴുവൻ തീയിട്. എന്നിട്ട് ഞങ്ങളെയും ആ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൂടി ആ തീയിലിട്ട് ചുട്ടു തിന്ന്. അങ്ങനെയെങ്കിലും തന്റെ പ്രതികാരം തീരട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ ശാപം ഏറ്റിട്ട് താൻ നരകിക്കും. എന്റെ കുഞ്ഞിനെ താടോ. എവിടെ പോന്നു? ഒന്ന് റൂമിൽ വരെ. വേണ്ട, ഇരിക്കവിടെ. ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇരിക്കേ, ഇരിക്കടാ.